അപ്പം ഇനിയും കുറച്ച് നേരം ഇരിക്കാം. ക്ഷീണിച്ചല്ലേ? ക്ഷീണിച്ചു. ഞാൻ ക്ഷീണിച്ചില്ല. ശരി. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ക്രിക്കറ്റ് തന്നെ നമുക്കൊന്ന് കുറച്ച് 2-3 സംശയങ്ങളുണ്ട്. ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അച്ചായനും കുറച്ച് ഇപ്പം ജോജും വാള അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു കേട്ടാ, ജോജുണ്ടൊക്കെ പറഞ്ഞിട്ട് C3, അതായത് CCയിലേക്ക് വരുന്നതിന് എത്രയോ മുമ്പ് ഒരു ക്ലബ്ബ്, അതിൻ്റെ ഫുൾ ഫോം എന്താ C3യുടെ? C3 എന്ന് പറയുന്നത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ് മാത്രമല്ല, ടെക്നീഷ്യൻസ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും ഒരു നമ്മൾ ബാരിയേഴ്സും ഇല്ലാതെ എല്ലാവരും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഫ്രാറ്റേണിറ്റി, സിനിമയിലുള്ള ഒരു ഫ്രാറ്റേണിറ്റി. പക്ഷേ ക്രിക്കറ്റും അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ് എന്നതിന് പകരവും സെലിബ്രിറ്റി ക്രിക്കറ്റ് ആൻഡ് ചാരിറ്റി എന്ന് പറയുന്നതും ഇതിന് ആപ്റ്റാണ്. കാരണം നമ്മളൊരു ചാരിറ്റിയും കൂടെ ഇതിലൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പം സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബിൻ്റെ C3യുടെ ഒരു ഒഫീഷ്യൽ ലോഞ്ചിങ് എന്ന് പറയുന്ന ഒരു ചാരിറ്റിയും കൂടെ ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് തന്നെയാണ് രജിസ്റ്ററും ചെയ്തിരിക്കുന്നത്. അപ്പം C3യുടെ ഒരു പ്രത്യേകത പറയാനുള്ളത്, ഇപ്പം CCLായിട്ട് ഒരു രീതിയിലും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം CCLിലുള്ള ആൾക്കാർ C3യിൽ ഓൾറെഡി ഉണ്ട്. എനിക്കൊന്ന് CCLിലൊക്കെ വരുന്നതിന് മുമ്പ് ഇവരൊക്കെ C3 മെമ്പേഴ്സ് നേരത്തെ തന്നെ ഫോം ചെയ്തൊരു ക്ലബ്ബാണ്. പിന്നെ C3യുടെ ഒരു പ്രത്യേകത, ഇപ്പം CCL ഒരു സീസൺ വെച്ചിട്ടുള്ള കളികളില്ല. ഇപ്പം CCL ശരിക്കും ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ C3 പക്ഷേ ഓരോ സമയങ്ങളിൽ ഉള്ള അതാത് സമയത്ത് ആരൊക്കെയാണ് അവൈലബിൾ, ഏതൊക്കെ സെലിബ്രിറ്റീസാണ് ഫ്രീ ആയിട്ടിരിക്കുന്നത്, അപ്പോൾ അവരുടെ ഒരു വർക്കിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മാച്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ആദ്യം നമ്മൾ കളിച്ചത് പുറത്ത് ദുബായിൽ ഷാർജ സ്റ്റേഡിയത്തിൽ ഡയറക്ടേഴ്സ് 11-എതിരെയാണ്. അതിൽ ജോയിൻ ചെയ്ത് എങ്ങനെ നമുക്ക് യാത്രയൊക്കെ പാലേ അത് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ജയിച്ചു. അപ്പം C3യുടെ ഫസ്റ്റ് ഒഫീഷ്യൽ ഇൻ്റർനാഷണൽ മാച്ചാണത്. അത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമ്മൾ ജയിച്ചു. അത് നമ്മൾ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് എറണാകുളം പ്രസ് ക്ലബിനെതിരെ നമ്മൾ കളിച്ചു, ഇവിടെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തന്നെ. അതും നമ്മൾ ജയിച്ചു. പക്ഷെ പ്രസ്സുകാർ തോറ്റുകൊണ്ട് അവർ അത്ര വലിയ അത് എന്താണെങ്കിലും അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടത്, എങ്ങനെ അബദ്ധത്തിൽ നമ്മൾ തോറ്റിരുന്നെങ്കിൽ നമ്മൾ പീസാക്കിയത്. എനിക്കൊന്ന് പോളിടെക്നിക്കിൽ ഞാൻ നല്ല കോച്ചിങ് ഒക്കെ തന്നതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും നമ്മൾ. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ പറയുന്ന പോലെ പോളിടെക്നിക്കിൽ രാവിലെ മുതൽ പ്രാക്ടീസ് സെഷൻസ് തുടങ്ങും ക്രിക്കറ്റിൻ്റെ. ലെഗ് സ്പിന്നറാണ് പുള്ളി. അപ്പം ശരിക്കും ഷാർജയിൽ കളിക്കാൻ പോയപ്പം രഞ്ജിത് ശങ്കർ, ഡയറക്ടേഴ്സ് ടീമിൻ്റെ ഒരു അറിയപ്പെടുന്നൊരു ലെഗ് സ്പിൻ ബോളറാണ്. പുള്ളിയെ ഒരു പരിധിവരെ അത്യാവശ്യം ടാക്കിൾ ചെയ്യാൻ പറ്റിയത് താങ്കളുടെ ട്രെയിനിങ് ആയതുകൊണ്ടാണ്. എന്നെ ആദ്യമായിട്ട് ഒരാൾ ക്രിക്കറ്റ് ഇതിൽ നമ്മളിരിക്കും ഒരു കൊട്ടലിട്ട ഫീൽ ഉണ്ട് അല്ലേ ഈ മാർക്കറ്റിൽ നമ്മൾ ഈ. പിന്നെ വേറൊരു പ്രത്യേകത എടുത്ത് പറയാനുള്ളത് പോളിടെക്നിക് എന്ന സിനിമയെക്കുറിച്ച്. വിഷുവിന് അവധിക്കാലത്ത് റിലീസ് ചെയ്യുന്ന പടമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇത് നമ്മുടെ പ്രിയപ്പെട്ട അജു വർഗീസിൻ്റെ ഹണിമൂൺ പടമാണ്. കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന ചിത്രമാണ്. അപ്പോൾ ദിസ് ഈസ് എ ഹണിമൂൺ അല്ലെങ്കിൽ മാരേജ് ഗിഫ്റ്റ് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് അജു. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. എനിക്ക് അജുവിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഈ പറഞ്ഞ പോലെ സെവൻസും ഡോക്ടർ ലവും ആ സമയത്ത് തുടങ്ങിയ ഒരു അടുപ്പമാണ്. ഒരുപാട് സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കും. വളരെ സീനിയർ ആണെന്നാണ് പുള്ളിയുടെ വിചാരം. അല്ല, എന്നാലും ഞാൻ ഇപ്പോൾ കിളിപോയൊക്കെ ഞാൻ അച്ചായനോട് ചോദിച്ചിട്ട് ചെയ്തൊരു സിനിമയാണ്. വേറൊന്നുമല്ല, ഈ ചില ഈ നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്നത് വെച്ചാൽ നമ്മൾ ആരാധിക്കുന്നതും ഒരുപാട് കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാരിലൂടെ അഭിനയിക്കാൻ പറ്റുക. ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥയ്ക്ക് നിർബന്ധപൂർവ്വം തന്നാലേ വായിച്ച് നോക്കാറുള്ളായിരുന്നു. പക്ഷേ അതൊക്കെ ഇതൊരു പ്രൊഫഷനാണെന്നും ഇതിൻ്റെ ഒരു റൂട്ടിങ് അത് നമ്മളുടെ സീനിയേഴ്സ് ഇപ്പോൾ അച്ചാൻ ഉൾപ്പെടെ എത്രയോ പേര്, ഇപ്പം എനിക്ക് മാത്രമല്ല, ഇപ്പം നിവിനാണെങ്കിലും ഭഗത്തിനാണെങ്കിലും അങ്ങനെ ഇപ്പോൾ വന്ന എല്ലാ യങ്സ്റ്റേഴ്സിനും നമ്മുടെ ഇൻഡസ്ട്രി സീനിയേഴ്സ് തരുന്നൊരു സപ്പോർട്ട് വളരെ നല്ലതാണ്. അതിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട്. അവരിപ്പം നമ്മളെ വിളിച്ച് ഇന്നയാളുടെ സിനിമ അങ്ങനെ തരണം എന്നല്ല ഞാൻ പറയും. പക്ഷേ ഒരു ഗൈഡൻസ് അത് വ്യക്തമായി തന്നെ പലപ്പോഴും പല അവസരങ്ങളിലും ഞാനിപ്പം കഴിഞ്ഞ മാസം പോലും പല സംശയങ്ങൾക്ക് ഞാൻ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് അച്ചാൻ്റെ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം താങ്ക് യു. അതിന് അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. പത്മകുമാർ സാർ അഗെയിൻ ഞാനും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപാട് കണ്ട് എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടായിരിക്കും ഒരു ഫാമിലി. പപ്പേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പപ്പേട്ടൻ്റെ ഒരു ഏറ്റവും നല്ല ചിത്രങ്ങളിലൊന്ന് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വാസ്തവം എന്ന് പറയുന്ന സിനിമയാണ്.
അപ്പോൾ അങ്ങനത്തെ സിനിമകൾ എടുത്തൊരാൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പക്ക എൻ്റർടൈനർ ലൈനിലുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ഹ്യൂമറിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പപ്പേട്ടനെ പറ്റി യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെക്നിക്കാലിറ്റി ഈ ഒരു ഹ്യൂമർ കഥയിലേക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു നല്ലൊരു കോമ്പിനേഷനായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് തീർച്ചയായിട്ടും പോളിടെക്നിക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഭാവന, അതെ, ഞാൻ ഡോക്ടർ ലവിലാണ് സെയിം അച്ചായൻ ഭാവനയുടെ ആദ്യ സിനിമ മുതൽ അറിയുന്ന ഒരാളാണെങ്കിൽ ഇപ്പം നമ്മളെന്ന സിനിമയുടെ ലൊക്കേഷനിൽ ചെന്ന് പരിചയപ്പെട്ട് അന്ന് തൊട്ട് തുടങ്ങിയ ഒരു പരിചയമുണ്ട്. സ്വപ്നം കൂടുതൽ ഒരുമിച്ച് അഭിനയിച്ചു, ലോലിപോപ്പ് തിരിച്ചു വരവിലെ ലോലിപോപ്പ് എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു, ഹൃദയത്തിൽ രാജേഷ് പിള്ളയുടെ ആദ്യത്തെ പടം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, പിന്നെ ഡോക്ടർ ലവ്. അപ്പം ഭാവനയായിട്ടുള്ളൊരു റാപ്പോ എന്നുള്ളത് വളരെ ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാം, കളിയാക്കാം. ഇപ്പം എൻ്റെ വൈഫ് പ്രിയയും ഭാവനയായിട്ട് നല്ല അടുപ്പമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭാവനയോടുകൂടെ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു റൊമാൻസ് എന്ന് പറയുന്നൊരു പ്രണയാതുരമായി പറയേണ്ട കണ്ണുകൾ ഉടക്കേണ്ട വലിയ മെനക്കേടാണത്. ഇവര് പൊട്ടിച്ചിരിച്ചാണ് നിൽക്കണത്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെയാണ് നമ്മൾ പ്രണയം. അത് കഴിഞ്ഞ ദിവസം ബിജുവായിട്ടിന് ഇങ്ങനെ പറയായിരുന്നു, റൊമാൻസ് ചെയ്യാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സീന് പാറപ്പുറത്ത് കിടത്തിയാണ് എടുക്കുന്നത്. പാറ ഉച്ചയ്ക്ക് 12 മണി. അല്ല, അതുപോലെയാണ്, ഫുൾ ടൈം ചിരിയാണ് ഇവര് ഒരുമിച്ച് ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അപ്പം തന്നെ ചിരിച്ചത് ബ്രേക്ക് ആയി വീണ്ടും ഒന്നോട് ടേക്ക് പോയി. പിന്നെ ഭാവന ആദ്യമായിട്ടാണ് ഒരു പോലീസ് SI വേഷം ചെയ്യുന്നത്. അപ്പം ശരിക്കും ഒരു ടോം ബോയ്ഷാണ് റിയൽ ലൈഫിലും ഭാവനയുടെ ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു SI വേഷം ചെയ്യുമ്പോൾ ആ ഒരു ടോം ബോയ്ഷ്നെസ് ശരിക്കും ആ ഒരു SI വേഷമായിട്ട് വളരെയധികം ഒരു താതാത്മ്യം പ്രാപിക്കാനായിട്ട് ഭാവനയെ സഹായിച്ചിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി എന്താ പറയുക, തനി സ്വഭാവമൊക്കെ കാണിക്കും. പോലീസ് വേഷം ഇട്ടുണ്ട്, ഡപ്പാങ്കുത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കാണിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു റോളിന് ഫസ്റ്റ് പോലീസ് ക്യാരക്ടറാണ് ഭാവന ഒക്കെ ആയിരുന്നു. പിന്നെ നിയാസ് ബക്കർ ഇതിൽ മുരുകൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയാസിൻ്റെ ഒരു ഇൻപുട്ടും ശരിക്കും ഓർഡിനറിയിലും ഒക്കെ നമ്മൾ വളരെയധികം കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. നിയാസിൻ്റെ ഒരു ഹ്യൂമർ ടൈമിങ് നല്ല രസമാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമർ ടൈമിംഗ് ആണ്. അതും ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർഡിനറിയിൽ നിയാസിക്കയുടെ വിവാഹത്തെക്കുറിച്ചുള്ളൊരു കോൺസെപ്റ്റേ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ, സുഖം കല്യാണം കഴിക്കണം, ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ എന്ന് പറയുന്നൊരു ഭയങ്കര ഹിറ്റ് ഡയലോഗായിരുന്നു.